ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഹൈബ്രിഡ് ബോഗൻവില്ല കട്ടിങ്സുകൾ എങ്ങനെ എളുപ്പത്തിൽ വേര് പിടിപ്പിക്കാം എന്നതാണ്. കുറേ പേർക്കെല്ലാം ഈ മെത്തേഡ് അറിയാം, എന്നാലും ഇപ്പോഴും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ICU മെത്തേഡാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ 1.5 ആഴ്ച മുൻപ് ഞാൻ നട്ടുവെച്ച കമ്പുകളാണ്. കണ്ടോ, എല്ലാ കട്ടിങ്സിലും കിളിർപ്പുകളെല്ലാം വന്നിട്ടുണ്ട്. കിളിർപ്പുകൾ വന്നാലും ഈ കവർ നമ്മൾക്ക് ഊരി മാറ്റാനായിട്ടില്ല. ഒരു 2 മാസമെങ്കിലും ഈ കവർ ഇതുപോലെ വെക്കണം. ബോഗൻവില്ലകളിൽ ആദ്യം കിളിർപ്പാണ് വരിക, വേരുകൾ വന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ട് 2 മാസം ഒക്കെ കഴിഞ്ഞ് പ്ലാന്റ് അത്യാവശ്യം ഗ്രോത്ത് ആയതിന് ശേഷം സാവധാനത്തിൽ ഈ കവറുകൾക്ക് ഹോളുകൾ ഉണ്ടാക്കി കൊടുക്കാം. അതിനുശേഷം നമ്മുടെ അന്തരീക്ഷവുമായി സാവധാനത്തിൽ ഇണക്കി ചേർത്തതിന് ശേഷം കവറുകൾ ഊരി മാറ്റണം. പെട്ടെന്ന് തന്നെ ഊരി മാറ്റി കഴിഞ്ഞാൽ ഈ വന്ന കിളിർപ്പുകളെല്ലാം ഉണങ്ങിപ്പോവാനും പ്ലാന്റ് നശിച്ചു പോവാനും സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ICU മെത്തേഡ് എന്ന് നോക്കാം. ആദ്യം എടുത്തിട്ടുള്ള കട്ടിങ്സ് ഒരു കൈപ്പത്തിയുടെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇലകളെല്ലാം കട്ട് ചെയ്ത് ഒഴിവാക്കണം. അതിനുശേഷം കട്ടിങ്സിൻ്റെ അറ്റം ഇതുപോലെ ചെരിച്ച് കട്ട് ചെയ്യുക. റൂട്ടിംഗ് ഹോർമോണായ കറ്റാർവാഴയുടെ ജെല്ല് അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുന്ന റൂട്ടിംഗ് ഹോർമോണോ ഉപയോഗിക്കാം. ഇങ്ങനെ കറ്റാർവാഴയുടെ ജെല്ലിൽ ഡിപ്പ് ചെയ്ത ശേഷം ചെറുതായി നനച്ച മണ്ണിലേക്ക് ഇങ്ങനെ കട്ടിങ്സുകൾ നട്ടുകൊടുക്കാം. ഓരോ കട്ടിങ്സായി ഇങ്ങനെ കുത്തി കൊടുക്കാം. ഞാനിപ്പോൾ ഒറ്റ ചട്ടിയിലാണ് എല്ലാ കട്ടിങ്സും നടുന്നത്. ഇതുപോലെ ഒരു ചട്ടിയിൽ തന്നെ എല്ലാ കട്ടിങ്സും കുത്തി കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് വേറെ വേറെ കവറുകളിലാക്കിയിട്ടൊക്കെ നടാം. ഏറ്റവും നല്ലത് ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് കവറുകളോ ഗ്ലാസ്സുകളോ യൂസ് ചെയ്യുകയാണ്. എങ്കിൽ വേര് വരുന്നത് നമുക്ക് കറക്റ്റ് കാണാൻ കഴിയും. വേര് വന്നതിന് ശേഷം മാത്രം കവർ ഊരി മാറ്റിയാലും മതി. സെപ്പറേറ്റ് കവറുകളിൽ ചെയ്താൽ നമുക്ക് റീപോട്ട് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. ആ കവറോടെ വേറെ ചട്ടിയിലേക്ക് റീപോട്ട് ചെയ്താൽ മതി. ഞാൻ ഈ കമ്പുകളെല്ലാം ഇപ്പോൾ ഈ ഒരു ഒറ്റ ചട്ടിയിലാണ് കുത്തിക്കൊടുക്കുന്നത്. കുത്തിക്കൊടുത്തതിന് ശേഷം അടിയിലെ മണ്ണൊന്ന് ഉറപ്പിച്ച് കൊടുക്കണം. ഇതുപോലെ ഇങ്ങനെ ഉറപ്പിച്ച് കൊടുക്കുക. ശേഷം ഒരു വൃത്തിയുള്ള പ്ലാസ്റ്റിക് കവർ എടുത്ത് ഇതുപോലെ ചട്ടി മുഴുവനായും അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. നടുവിൽ നീളമുള്ളൊരു കമ്പ് കുത്തി കൊടുക്കുക. ശേഷം ഫംഗൽ ഇൻഫെക്ഷൻ ഒഴിവാക്കാനായി അല്പം സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ചട്ടിയുടെ ഉള്ളിലും കവറിലൊക്കെ ഒന്ന് സാഫ് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായി എയർ ടൈറ്റായി കെട്ടിക്കൊടുക്കാം. ഒരു കയറോ റബ്ബർ ബാൻഡോ ഉപയോഗിച്ച് നല്ല എയർ ടൈറ്റായി ഇതുപോലെ കെട്ടിക്കൊടുക്കാം. ഇത്രയേ ഉള്ളൂ ICU മെത്തേഡ്. അപ്പോൾ പുതിയ വെറൈറ്റി പ്ലാന്റുകളെല്ലാം വേര് പിടിപ്പിച്ചെടുക്കാൻ ഈ ഒരു മെത്തേഡാണ് ഏറ്റവും നല്ലത്.